വെൽക്കം ഓൾ. നമ്മൾ ബയോളജിയിൽ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ന്യൂ ചാപ്റ്റർ. യുവർ ചാപ്റ്റർ നെയിം ഈസ് കീപ്പിംഗ് ഡിസീസസ് എവേ. രോഗങ്ങളെ അകറ്റി നിർത്താം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മൾ രോഗങ്ങളെയൊക്കെ മാക്സിമം അകറ്റി നിർത്തുകയല്ലേ ചെയ്യാറ്? രോഗങ്ങൾ വരണമെന്ന് വിചാരിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിലല്ലേ? എല്ലാവരും സേഫായിട്ടല്ലേ വീട്ടിലിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊന്നും പോവാതെ വീട്ടിലിരിക്കാനുള്ള കാരണം? ഒരു മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേഫായിട്ട് വീട്ടിലിരിക്കുന്നത്. കോവിഡ്-19 എന്ന അസുഖം നമ്മൾ എന്ത് ചെയ്തു? വീട്ടിലാക്കി അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുക. പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യപ്രവർത്തകർ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും എടുക്കുക. സാനിറ്റൈസറോട് കൈ കഴുകുക, മാസ്ക് ഉപയോഗിക്കുക, മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നടക്കുകയും ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. മാക്സിമം പുറത്ത് പോവാതിരിക്കുക. അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം നമ്മൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനുമായിട്ട് ഒരുപാട് സ്യൂട്ടാവുന്ന അല്ലെങ്കിൽ മാച്ച് ആവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് നമുക്കും ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കോവിഡ് അല്ലെങ്കിൽ കൂടി മറ്റൊരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ അസുഖങ്ങളൊക്കെ വരുന്ന പാത്തജൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഇത്തരം രോഗങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദ വോൾ ചാപ്റ്റർ ഡീൽസ് വിത്ത് സെവറൽ ടൈപ്പ് ഓഫ് ഡിസീസസ് ആൻഡ് ഇറ്റ്സ് കോസേറ്റീവ് ഓർഗാനിസം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളും അവ ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസം, അതായത് പാത്തജൻ, രോഗകാരി, ഇവയെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ച് പേപ്പർ കട്ടിങ്സ്. എന്തൊക്കെ ഹെഡ്ലൈൻസ് ആണ് ആ പേപ്പർ കട്ടിങ്സിൽ? പ്രിവെൻറ്റ് റാറ്റ് ഫീവർ, അലേർട്ട് റെക്കമെൻഡഡ്. ദെൻ മെഷർ ടു എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ്. അടുത്തൊരു കട്ടിങ്ങിലുള്ളത് കണ്ടാജീനിയസ് ഡിസീസസ് ഫോളോ ഫ്ലഡ്സ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. പ്രിവെൻറ്റ് റാറ്റ് ഫീവർ, അലേർട്ട് റെക്കമെൻഡഡ്. എലിപ്പനിയെ പ്രതിരോധിക്കാം, ജാഗ്രത നിർദ്ദേശം. അതായത് ആ ഒരു പേപ്പർ കട്ടിങ്സ് എന്താണ്? എലിപ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. ദെൻ മെഷർ ടു എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ്. അതായത് പ്രളയബാധിത പ്രദേശങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കാൻ നടപടി. നമ്മൾ 2018, 2019 നമ്മളൊരു പ്രളയത്തെ നേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം ഈ ഒരു സമയത്താണെങ്കിൽ കൂടി അതിശക്തമായ ഫ്ലഡൊന്നും ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രളയ സമയത്ത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, മൊത്തം സ്ഥലങ്ങളിലെ ഉരുൾപൊട്ടൽ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറിയിട്ട് വീട്ടു സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയും അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ പ്രളയത്തിൻ്റെ സമയത്ത് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് തരത്തിലുള്ള പ്രിക്കോഷൻസ്, അതായത് രോഗം വരാതിരിക്കാനുള്ള ഒരുപാട് തരത്തിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് പ്രളയ സ്ഥലങ്ങളിൽ എന്തിനു പോകുന്നത്? രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. ഇവർ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ബൂട്ട്സിലെ വലിയ ബൂട്ട്സും, പിന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ, എലിപ്പനി എന്നൊക്കെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ, മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് ഏറ്റെടുത്തിട്ടാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കണ്ടാജീനിയസ് ഡിസീസസ് ഫോളോ ഫ്ലഡ്സ്. അതായത് മഴക്കെടുതിക്ക് പിന്നാലെ പകർച്ചവ്യാധികൾ. നിങ്ങൾ നോക്കിക്കേ, ഒരു മഴക്കാലം വരുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നോട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കും ആരോഗ്യപ്രവർത്തകർ. മഴക്കാലമാണ് വരുന്നത്, മഴക്കാലത്തിൽ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇതാക്കേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ മഴക്കാലം വരുമ്പോഴേക്കും എന്ത് ചെയ്യും? പറമ്പുകളിലൊക്കെ ചിരട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്, അങ്ങനെ എന്തെങ്കിലും ടയറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമത്തിയിടുകയും വെള്ളം നിൽക്കാതെ അത്തരത്തിലുള്ള പ്രിവെൻഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളും അവ പരത്തുന്ന രോഗകാരികൾ ആരൊക്കെയാണ്, പിന്നെ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്താണ്, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രിവെൻഷൻ മെഷേഴ്സൊക്കെ എടുക്കുക. എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മഴക്കാലത്തെ തള്ളി നീക്കണം. പാത്തജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു എലിപ്പനി വരുന്നുണ്ട്, അപ്പോൾ അതേതൊരു പാത്തജനാണ് ആ ഒരു എലിപ്പനിയെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രോഗത്തിനെ സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രോഗം വരാൻ കാരണമായിട്ടുള്ള ആ ഒരു രോഗകാരിയാണ് പാത്തജൻ എന്ന് പറയുന്നത്. പാത്തജൻസ് വളരാനും പെരുകാനുമുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നു. ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാത്തജൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവ പെരുകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. എന്താണ് ഈ സാംക്രമിക രോഗങ്ങൾ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, ഇനി അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, അങ്ങനെ എന്ത് ചെയ്യാണ്, ഇത് ചെയിനായിട്ട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന പാത്തജൻസ് വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുകയാണെങ്കിൽ അവ വളരുകയും പടർന്നു പിടിക്കുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെ സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന പാത്തജൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അവയെ വളരാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കരുത്. അവയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, അവരിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഏരിയ മൊത്തം എന്താവും, ആ ഒരു പെർട്ടിക്കുലർ ഡിസീസസിന് ഇരയാകും. പക്ഷെ ഇവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാത്തജൻസ് ആർ മൈക്രോ ഓർഗാനിസം, അതായത് മോസ്റ്റ് ഓഫ് ദ പാത്തജൻസ്, രോഗകാരികൾ എന്താണ്, മൈക്രോ ഓർഗാനിസമാണ്. പക്ഷെങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസവും രോഗകാരികളില്ലേ, എല്ലാ മൈക്രോ ഓർഗാനിസവും പാത്തജൻസ് അല്ല. ആ ഒരു റിലേഷൻ അവിടെ മനസ്സിലാക്കണം. ഇപ്പോൾ കോവിഡിൻ്റെ തന്നെ കേസ് നോക്കിക്കേ. ഇപ്പോൾ നമ്മളിൽ ഒരാൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വീട്ടിലെല്ലാവർക്കും വരും. വീട്ടിൽ നിന്നും അല്ലേ പുറത്ത് നമ്മളുമായിട്ട് കോണ്ടാക്റ്റുള്ള എല്ലാവർക്കും ആ രോഗം എന്ത് ചെയ്യുന്നു, പടർന്നു പിടിക്കുന്നു. കോവിഡ് പരത്തുന്നത് ഒരു വൈറസ് ആണല്ലേ. അപ്പോൾ ഈ ഒരു രോഗം എന്ത് ചെയ്യുന്നു, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ, ഒരു ചെയിൻ പോലെ അങ്ങ് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഇത്തരം രോഗങ്ങളെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടീഷൻ സ്യൂട്ടബിൾ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻസ് ഓഫ് പാത്തജൻ എക്സിസ്റ്റ് ഇൻ അബുണ്ടൻസ് ആൻഡ് ദിസ് മേ കോസ് ദ സ്പ്രെഡ് ഓഫ് വേരിയസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് രോഗം പരത്തുന്ന പാത്തജൻസിന് അത് വളരാനും പെരുകാനും അല്ലെ മൾട്ടിപ്ലൈ ചെയ്യാനും ട്രാൻസ്മിഷൻ നടത്താനുമുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവ ആ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നു, വളരുകയും പെരുകുകയും ചെയ്യുന്നിട്ട് അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആവുന്നു അല്ലേ, സാംക്രമിക രോഗമായി മാറുന്നു. The most of the pathogens are മൈക്രോ ഓർഗാനിസം. അവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ പാത്തജൻസും, എല്ലാ രോഗകാരികളും മൈക്രോ ഓർഗാനിസംസ് ആണെന്നാണ്. അപ്പം മൈക്രോ ഓർഗാനിസം ആണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്നത്. അപ്പം നമുക്ക് എല്ലാ മൈക്രോ ഓർഗാനിസവും പാത്തജൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അല്ലാത്ത രീതിയിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ അല്ലാത്ത യൂസുകൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതായത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈസ്റ്റ്, ബാക്ടീരിയ അല്ലേ, സൈനോ ബാക്ടീരിയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയൊന്നും എന്തല്ല, രോഗകാരികളല്ല. ഇനി ഇവിടെ പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡിസീസസ്, അതായത് സൂക്ഷ്മജീവികളും രോഗങ്ങളും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സൂക്ഷ്മജീവികൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗുണകരമാണ് അല്ലേ, നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല. നമ്മുടെ ഡെയിലി യൂസസിനൊക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് യൂസ്ഫുൾ ആണ്. അതായത് മനുഷ്യന് ഉപകാരികളായ നിരവധി മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പാത്തജൻസും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ കുറച്ച് പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്ടീരിയ. ബാക്കിയുള്ള നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ബാക്ടീരിയ അല്ലാതെ വേറെ ഏതൊക്കെ മൈക്രോ ഓർഗാനിസത്തിന് നിങ്ങളറിയും? യെസ്, വൈറസ് അല്ലേ, കോവിഡ് വൈറസ്. ഓക്കെ, അതല്ലാതെ ഫംഗസ് ഒരു പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസമാണ് എന്ന് വിചാരിച്ച് എല്ലാ ഫംഗസുകളും എന്തല്ല, പാത്തജൻ അല്ല. നെക്സ്റ്റ് വൺ പ്രോട്ടോസോവ. അപ്പം ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്, ഇത്രയും മൈക്രോ ഓർഗാനിസംസ് പാത്തജനിക് ആണ്. നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല
പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ എന്തുണ്ട്, ഇത്തരം മൈക്രോ ഓർഗാനിസത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ ഈ കൂമ്പ് ചീയൽ അല്ലെങ്കിൽ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഈ കപ്പയിലൊക്കെ കാണുന്നത്, ഇതൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇനി ഈ ഒരു പാത്തജൻസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഇലുസ്ട്രേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 4.1 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, രോഗങ്ങൾ പകരുന്ന വിധം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ക്ലാസ്സിൽ അല്ലേ, നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതിലുപരി ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും രോഗങ്ങൾ വരുന്നുണ്ട് അല്ലേ, നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രോഗങ്ങൾ വരാതെ സംരക്ഷിക്കേണ്ട ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അണ്ടർസ്റ്റുഡ് ആവും. നോക്കാം, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈ കോണ്ടാക്റ്റ്. എങ്ങനെയാണ്? ബൈ കോണ്ടാക്റ്റ്, അതായത് സ്പർശനത്തിലൂടെ. നമ്മളിപ്പോൾ ചുമക്കുകയും തുമ്മുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചൊക്കെ ചുമക്കൂലേ, കൈ ഇങ്ങനെ വായും മൂക്കും പൊത്തിയിട്ട്, അപ്പം നമ്മുടെ ആ ഒരു കയ്യിലേക്ക് എന്ത് വരും, ഈ ഒരു പാത്തജൻസ് നമ്മുടെ മൂക്കിൽ നിന്നാണെങ്കിലും വായിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്യും, ആ ഒരു പാത്തജൻസ് കയ്യിൽ വരും. അപ്പം നമ്മൾ മറ്റൊരാളെ പോയി ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ അയാളുടെ ഷോൾഡറിൽ പോയി തൊടുകയോ അല്ലെങ്കിൽ മുഖത്ത് പോയി തൊടുകയോ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മുടെ കയ്യിലുള്ള നമ്മളിലുള്ള ആ രോഗകാരി നമ്മളെ കയ്യിലെത്തുന്നു, നമ്മുടെ കൈ വഴി എന്ത് ചെയ്യുന്നു, അത് മറ്റൊരാളിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കോവിഡ് രോഗത്തെ അല്ലെങ്കിൽ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിലെ ഷെയ്ക്ക് ഹാൻഡ് ഒന്നുമില്ല, നമസ്തേ മാത്രമേ ഉള്ളൂ. അപ്പം ബൈ കോണ്ടാക്റ്റ് വഴി എന്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്പർശനം വഴി രോഗങ്ങൾ മറ്റൊരാളിൽ എത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. മലിനമായ ആഹാരവും ജലവും. നമ്മൾ ഒരിക്കലും തുറന്നു വെച്ചിട്ടുള്ള ആഹാരം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഈച്ച അല്ലെങ്കിൽ മറ്റ് ചെറു ജീവികളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ തുറന്നു വെച്ച ആഹാരത്തിൽ പോയിരിക്കുന്നു. അത് എവിടെയെല്ലാം പോയിട്ട് വരുന്ന ഈച്ചയായിരിക്കും, എത്രയോ മലിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ പോയിട്ട് തൊട്ട് ഇതാക്കി വരുന്ന ഈച്ചയായിരിക്കും നമ്മളെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, തുറന്നു വെച്ചിട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കരുതെന്ന്. അപ്പം അവോയ്ഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് കഫ് ആൻഡ് സ്നീസിങ്. അതായത് നമ്മൾ എന്താണ്, ചുമയ്ക്കുകയും തുമ്മുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒന്ന് മറച്ചിട്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിൻ്റെ ആ ഒരു സൈഡ് കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, മറച്ച് വെച്ചിട്ട് ചുമയ്ക്കാനും തുമ്മാനൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ അടുത്തേക്ക് നിന്ന് ചുമയ്ക്കുന്ന സമയത്ത് എന്താണ്, നമ്മളിലുള്ള ആ ഒരു പാത്തജൻ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് സ്പ്രെഡ് ആവുന്നു. എയറിൽ നിന്നും അത് ഈസി ആയിട്ട് മറ്റൊരാളിൽ എത്തുന്നു. അപ്പം നമ്മൾ ചുമയ്ക്കുകയും തുമ്മൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, അതായത് അണുവിമുക്തമാക്കാത്ത എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കുന്നത്. എയ്ഡ്സ് പോലുള്ള രോഗങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് വരും. അതായത് സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നു. എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണുവിമുക്തമാക്കാത്ത സിറിഞ്ചുകളൊക്കെ ഉപയോഗിച്ച് മറ്റൊരാൾ കുത്തുന്ന സമയത്തും പിന്നെന്താണ്, സുരക്ഷിതമല്ലാത്ത സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്നും നമ്മുടെ സെക്രീഷൻസ്, ഉമിനീര് പോലുള്ള സെക്രീഷൻസ് മറ്റൊരാളിൽ എത്തുന്നതിലൂടെയൊക്കെയാണ് എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പകരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിന് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കുക, നിങ്ങളിപ്പോൾ ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയി നോക്കി, അവൻ ആ ഒരു നമ്മുടെ വായിൽ എന്താണ്, കത്രികയായാലും സിറിഞ്ചാണെങ്കിലും എന്ത് സാധനം നമ്മുടെ വായിലിട്ടിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു മുറിവ് പറ്റിയിട്ട് ആ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലോ അവരെന്ത് ചെയ്യാണ്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ആ മുറിവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് മറ്റു രോഗങ്ങളൊന്നും വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം വരുന്നു. നെക്സ്റ്റ് വൺ, വെക്ടേഴ്സ്, അതായത് വാഹകരായ ജന്തുക്കൾ. പട്ടി, പൂച്ച, കൊതുക്, മോസ്കിറ്റോസ്, ദെൻ ഫ്ലൈ, ഈച്ച തുടങ്ങിയ ജീവികളൊക്കെ എന്താണ്, വെക്ടേഴ്സാണ്. എലി, റാറ്റ്, ഇവയൊക്കെ എന്താണ്, വെക്ടേഴ്സാണ്. കാരണം ഇവ എന്ത് ചെയ്യുന്നുണ്ട്, രോഗത്തെ വഹിച്ചു കൊണ്ടുവന്നിട്ട് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം വെക്ടേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രോഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ക്ലോത്ത്സ് ആണ്. അതായത് ഒരു രോഗി ധരിച്ചിട്ടുള്ള
എന്തെങ്കിലും ഇപ്പോൾ സോറിയാസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിലൊക്കെ അലർജി ഉള്ള ആളുകൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ മറ്റൊരാൾ ധരിക്കുന്ന സമയത്ത് എന്താണ്, അവരിലേക്ക് ആ രോഗാണു എത്തുകയും അവർക്ക് ആ അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു COVID-19 തന്നെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു രോഗി ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അണുവിമുക്തമാക്കുന്നുണ്ട് അല്ലേ. ഡെറ്റോളോ അങ്ങനത്തെ സൊല്യൂഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കിയിട്ടാണ് അത് അയാൾ വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിപ്പം പറഞ്ഞത് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്, അതായത് രോഗങ്ങൾ പകരുന്ന വിധങ്ങളാണ്. അതായത് ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗങ്ങൾ ഏതൊക്കെ രീതികൾ മുഖേന പടരുന്നു എന്ന്. ഏതൊക്കെയായിരുന്നു? ബൈ കോണ്ടാക്റ്റ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കഫ് ആൻഡ് സ്നീസിങ്, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, വെക്ടേഴ്സ്, ക്ലോത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം നോക്കാവുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ ചുമയ്ക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് ഒന്ന് മാറി നിൽക്കുക. ദെൻ മറ്റൊരാളെ വെറുതെ അനാവശ്യമായിട്ട് സ്പർശിക്കാനോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല. മറ്റൊരാളെ വസ്ത്രങ്ങൾ വാങ്ങി മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് തന്നെ നോക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിക്വേഷൻസ് ആഫ്റ്റർ ഫ്ലഡ്, അതായത് പ്രളയാനന്തരമുള്ള മുൻകരുതലുകൾ. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആസ് ഗിവൺ ന്യൂമറസ് ഇൻസ്ട്രക്ഷൻ ടു അവോയ്ഡ് ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ആഫ്റ്റർ ഓവർകമ്മിങ് ദ എമർജൻസി സിറ്റുവേഷൻസ്. അതായത് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്ത ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മുടെ ഹെൽത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രളയബാധിത പ്രദേശത്ത് സഹായത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ, നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യണം, പാലിക്കണം. നോക്കിക്കേ, ഡ്രിങ്കിങ് ബോയിൽഡ് വാട്ടർ ആൻഡ് വാട്ടർ പ്യൂരിഫൈഡ് യൂസിങ് ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ക്ലോറിൻ പ്രിവെൻറ്റ് വാട്ടർ ബോൺ ഡിസീസസ്. ഇവിടെ പറയുന്നൊരു കാര്യം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യ രോഗങ്ങളെ തടയുന്നു. അതായത് വാട്ടർ ബോൺ ഡിസീസസ്, ജലജന്യ രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ചാറ്റിയ വെള്ളങ്ങൾ കുടിക്കുക, ശരിയായ അളവിൽ ക്ലോറിൻ കണ്ടൻറ്റുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴക്കാലമായിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നടക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, കൊതുകുകൾ പെരുകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. For controlling diseases like rat fever, eliminate the vectors and take preventive medicines as per the directions of experts. അതായത് എലിപ്പനി പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വാഹക ജീവികളെ അകറ്റുകയും പ്രതിരോധ മരുന്നുകൾ വിദഗ്ധരുടെ നിർദ്ദേശത്തിനനുസരണം കഴിക്കുകയും വേണം. Disease affected person must undergo diagnostic tests to confirm their illness and should take proper medicines. അപ്പോൾ ഇവിടെ പറഞ്ഞത്, രോഗമുള്ളവർ രോഗസ്ഥിരീകരണത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തണം. അതുമാത്രം പോരാ, അവരെന്ത് ചെയ്യണം, മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുകയും വേണം. പീപ്പിൾ ലിവിങ് ഇൻ അൺസേഫ് പ്ലേസസ് മസ്റ്റ് ഷിഫ്റ്റ് ടു സേഫ് പ്ലേസസ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. അതായത് അൺസേഫ് ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുവാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. എൻഷുർ പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ അറ്റ് ദ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ടു പ്രൊട്ടക്ട് ഹെൽത്ത്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള തരത്തിൽ പെരുമാറുകയും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുകയും വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഫ്ലഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, അതായത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും പാലിക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ജലജന്യ രോഗങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം, ക്ലോറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ശരിയായ രീതിയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വാട്ടർ കുടിക്കുക. പിന്നെ വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുക. മോസ്കിറ്റോസൊക്കെ പെരുകാതെ തടയുക.
അങ്ങനത്തെ പ്രിക്കോഷൻസൊക്കെ ഉപയോഗിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ കറക്റ്റ് ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ അൺസേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക. ഇപ്പോൾ ഫ്ലഡൊക്കെ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കില്ലേ, ഉരുൾപൊട്ടൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, മാറ്റി താമസിക്കും. അത് മാത്രമല്ല, വെള്ളങ്ങൾ പൊങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ വെള്ളം പൊങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൽ ചവിട്ടി നടക്കുന്നതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മുറിവൊക്കെ ഉണ്ടെങ്കിൽ എലിമൂത്രമൊക്കെ ആ ഒരു വെള്ളത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് മുറിവിലൂടെ കയറി ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. A possible disease that may spread in flood affected areas is rat fever. അതായത് പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാനിടയുള്ള ഒരു മാരക രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഇനി റാറ്റ് ഫീവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റാറ്റ് ഫീവറിന് കാരണം എന്താണ്, എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. റാറ്റ് ഫീവർ, അതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്നും പറയുന്നു. എന്താണ് ലെപ്റ്റോസ്പൈറോസിസ്? ചിലപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പേര് കൂടി പഠിച്ചു വെക്കുക. റാറ്റ് ഫീവർ ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. അപ്പോൾ റാറ്റ് ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഈസ് എ പ്രോകാരിയോട്ട്. ബാക്ടീരിയ എന്താണ്, ഒരു പ്രോകാരിയോട്ടുകളാണ്. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അല്ലേ, 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്താന്ന്. They enter the body and multiply through binary fission. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ, റാറ്റ് ഫീവറിനെ കോസ് ചെയ്യുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറുകയും അവ എന്ത് ചെയ്യുന്നു, ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. വാട്ട്സ് ബൈനറി ഫിഷൻ? അതായത് ഇപ്പോൾ ഒരു ബാക്ടീരിയ നമ്മളെ ബോഡി കയറിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, 1 2 ആവുന്നു, ഡിവൈഡ് ചെയ്തിട്ട് 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. The toxins produced by them destroy cell and cause diseases. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുന്നു, ചില ടോക്സിൻസ്, വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വിഷവസ്തുക്കൾ നമ്മുടെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും നമുക്ക് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം റാറ്റ് ഫീവർ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുകയും അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെല്ലുകളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയും നമുക്ക് രോഗം അല്ലെ, ഡിസീസ് കോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ലെപ്റ്റോസ്പൈറ ഈസ് ദ ബാക്ടീരിയ ദാറ്റ് കോസസ് റാറ്റ് ഫീവർ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. റാറ്റ് ഫീവർ അതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്, ലെപ്റ്റോസ്പൈറ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. The bacteria that came out through the urine of rat, dog and certain other animals. ഈ ഒരു ബാക്ടീരിയ എങ്ങനെയാണ് പുറത്ത് വരുന്നത്, റാറ്റ്, ഡോഗ് തുടങ്ങിയ ആനിമൽസിൻ്റെ യൂറിനിലൂടെയാണ് ഇത് പുറത്ത് വരുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, റിമെയിൻസ് അലൈവ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ ആൻഡ് മോയ്സ്ചർ പ്ലേസസ്. അത് അങ്ങനെ പുറത്തെത്തിയിട്ട് എവിടെ എത്തുന്നു, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ. When bacteria reach blood through wounds, they affect body cells and produce certain toxins. ബാക്ടീരിയ മുറിവിലൂടെ നമ്മുടെ ബ്ലഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. They cause damage to blood capillaries which in turn lead to internal bleeding. പിന്നെ അതെന്താവുന്നു, അത് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിനെ എഫക്റ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. സിവിയർ ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ഐ എക്സെട്ര ആർ ദ മേജർ സിംറ്റംസ്. അപ്പം ഈ ഒരു റാറ്റ് ഫീവറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, നല്ല ശക്തമായിട്ടുള്ള പനി, തലവേദന, നമുക്ക് മസിലിനൊക്കെ എന്താ പെയിൻ വരിക, നമ്മുടെ കണ്ണിനൊക്കെ റെഡ്നെസ് തോന്നുക. ഇതൊക്കെയാണ് റാറ്റ് ഫീവറിൻ്റെ മേജർ സിംറ്റംസ്. അപ്പോൾ ഈ ഒരു റാറ്റ് ഫീവറിനെ നമ്മൾ തുടക്കത്തിലേ തിരിച്ചറിയുകയാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ദ റിയലൈസേഷൻ ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. അവിടെ പറയുന്നൊരു കാര്യം നോക്കിക്കേ,
ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പം റാറ്റ് ഫീവറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് പറയുന്നത്. അത് പരത്തുന്ന കോസേറ്റീവ് ഓർഗാനിസം ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇനി നമുക്ക് മറ്റ് ചില ബാക്ടീരിയൽ ഡിസീസസ് കൂടി ഒന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ഡിഫ്തീരിയ, തൊണ്ടമുള്ള് എന്ന് പറയും. ഡിഫ്തീരിയ സ്പ്രെഡ് ത്രൂ കഫ്, സ്നീസിങ് ഓർ ഡയറക്ട്ലി ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഡിഫ്തീരിയ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഒന്നെങ്കിൽ കഫ് അല്ലെങ്കിൽ സ്നീസിങ് അത് മുഖേനയോ അല്ലെങ്കിൽ ഒരു ഡിഫ്തീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും ഡയറക്റ്റായിട്ട് മറ്റൊരാളിലേക്കുമാണ് ഈ ഒരു അസുഖം പകരുന്നത്. ഇവിടെ ഫിഗർ 4.2 നോക്കിക്കേ, ഡിഫ്തീരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജാണ് കൊടുത്തത്. തൊണ്ടയിലാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം. ഡിഫ്തീരിയ അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ നോസ് ആൻഡ് ദ ത്രോട്ട്. ഡിഫ്തീരിയ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തൊണ്ട, മൂക്ക് എന്നിവിടങ്ങളിലെ മ്യൂക്കസ് മെംബ്രെയിനെയാണ്. ഈ ഒരു ഡിഫ്തീരിയ പരത്തുന്ന രോഗകാരി കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞ പാത്തജനാണ്. ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ കോസ് ഫീവർ, ത്രോട്ട് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് ഓഫ് ദ ത്രോട്ട്. അപ്പോൾ ഇത്തരം പാത്തജൻസ് ചില ടോക്സിൻസ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ടോക്സിനുകൾ പനി, തൊണ്ടവേദന, നമ്മുടെ കഴുത്തിലെ ലിംഫ് ഗ്ലാൻഡില്ലേ അവയിലൊക്കെ എന്തുണ്ടാകുന്നു? വീക്കങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. Cells in the mucous membrane which are destroyed by the toxins produced an ash-colored thick coating in the throat within 2 or 3 days. അതായത് നമ്മുടെ ത്രോട്ടിലുള്ള ആ ഒരു സെൽസ് എന്ത് ചെയ്യുന്നു? 2-3 ദിവസം കൊണ്ട് നശിച്ചിട്ട് ഒരു ആഷ് കളറ് ഫോം ചെയ്യുന്നു. ഗ്രാജുവലി ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നീസ് ആർ അഫക്റ്റഡ്. അത് പിന്നെ എന്ത് ചെയ്യുന്നു? സ്വമേധയായിട്ട് നമ്മുടെ കിഡ്നി, ബ്രെയിന്, ഹാർട്ടിനെയൊക്കെ ഈ ഒരു ഡിഫ്തീരിയ അഫക്റ്റ് ചെയ്യുന്നു. ആൻറ്റിടോക്സിൻ വിച്ച് ആക്ട് എഗെയിൻസ്റ്റ് ദ ടോക്സിൻസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ അൺഇൻഫെക്റ്റഡ് സെൽസ്. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റിടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ രോഗബാധ ഏൽക്കാത്ത ആ ഒരു സെൽസിനെ ആൻറ്റിടോക്സിനുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. The disease become severe, the patient cannot be recovered through medicination. അതായത് ആ ഒരു രോഗം ഒരു പേഷ്യൻറ്റിൽ സിവിയർ ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് മെഡിസിനിലൂടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല. സോ വാക്സിനേഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ അവിടെ ഉചിതമായിട്ടുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള റാറ്റ് ഫീവർ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിഫ്തീരിയയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. തൊണ്ടമുള്ളെന്ന് പറയും. നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ തൊണ്ട, മൂക്ക് ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. അത് മുഖേന ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ പറഞ്ഞു. പനി, ത്രോട്ട് പെയിന്, നമ്മുടെ ആ ഒരു ഗ്ലാൻഡിന് ഉണ്ടാകുന്ന വീക്കം, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ 4th ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കീപ്പിംഗ് ഡിസീസസ് എവേ, രോഗങ്ങളെ അകറ്റി നിർത്താം. നമ്മൾ രോഗം കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ. അപ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തോജനിക് അല്ല. പക്ഷേ പാത്തോജൻസ് ഒക്കെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ്. ദെൻ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയായിരുന്നു? ബൈ കോണ്ടാക്റ്റ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, കഫ്, സ്നീസിങ്, വെക്ടേഴ്സ്, ദെൻ ക്ലോത്ത്. ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ ഫസ്റ്റ് ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള റാറ്റ് ഫീവറിനെ കുറിച്ച് പറഞ്ഞു. റാറ്റ് ഫീവർ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നു. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ലെപ്റ്റോസ്പൈറ. ദെൻ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക?
ഡിസീസിൻ്റെ പേര് എഴുതുക, കോസേറ്റീവ് ഓർഗാനിസം എഴുതുക, സിംറ്റംസ് എഴുതുക. ദെൻ ആ ഡിസീസിന് മറ്റെന്തെങ്കിലും പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരുകൾ എഴുതി വെക്കുക. കാരണം മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ കണക്ഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സെക്കൻഡ് നെയിം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കുക. ദെൻ നമ്മൾ അതർ ബാക്ടീരിയൽ ഡിസീസസ് ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് പറഞ്ഞത് ഡിഫ്തീരിയ, തൊണ്ടമുള്ളിനെ കുറിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിസീസസ് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചോളാം. ഓക്കെ, താങ്ക് യു.